സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കർണാടകയിലെ ഹസൻ ജില്ലയിൽ ഹലേബീഡിലാണ്. ഇന്നലെ നമ്മൾ കണ്ട ബേലൂർ ക്ഷേത്രത്തിൽ നിന്നും ഉദ്ദേശം 17-18 കിലോമീറ്റർ ദൂരത്തിലാണ് ഹലേബീഡ് സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി ഹലേബീഡിലെത്തിയ ഞാൻ ഇന്ന് ഈ ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നുമുള്ള വ്യൂ ആണ്. നേരെ ആ വണ്ടി ഇറങ്ങി വരുന്നത് കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. അവിടെയാണ് ഞാൻ വന്ന് ഇറങ്ങിയത്. അതിനിപ്പുറത്ത് ഈ കാണുന്ന കെട്ടിടത്തിന് മുകളിൽ കൂടെ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഹലേബീഡിലെ നമ്മൾ കാണാൻ വന്ന ഹോയ്സാലേശ്വര ക്ഷേത്രം കാണാം. ഈ തൊട്ട് മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. ഞാൻ ഈ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും കഷ്ടിച്ചൊരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലോട്ടുള്ള ദൂരം. കർണാടകയിലെ ഖജുരാഹോ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അത്ര വിശേഷപ്പെട്ട കുത്തുപണികളോടുകൂടിയ ഒരു ക്ഷേത്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ അങ്ങ് ദൂരെയായിട്ട് ആ മലയുടെ ഇങ്ങപ്പുറത്തായിട്ട് പച്ച കളർ കാണുന്നതിൻ്റെ ഇപ്പുറത്ത് വെള്ളം കിടക്കുന്നത് കാണാൻ തോന്നുന്നു. അതൊരു തടാകമാണ്. കല്യാണി പുഷ്കരണി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഹോയ്സാല രാജാക്കന്മാർ 1200കളിൽ പണിത തടാകമാണ്. വലിയ തടാകമാണ്. കുറച്ച് മുമ്പോട്ട് പോയാൽ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലേബീഡിലെ ടൗൺ സെൻ്ററാണിത്. ഈ കാണുന്നത് ബസ് സ്റ്റാൻഡിലോട്ടുള്ള വഴിയാണ്. വഴിയല്ല, അങ്ങോട്ട് കയറുന്ന ബസ് സ്റ്റാൻഡാണ്. ഇത് ടൗൺ സെൻറ്ററിലുള്ള ഒരു സർക്കിളാണ്. ഇതിൽ അകത്ത് കാണുന്നത്, ആ മണ്ഡപത്തിനകത്ത് കാണുന്നത് ഹോയ്സാല രാജാക്കന്മാരുടെ എംബ്ലമാണ്. നമ്മുടെ നാട്ടിൻപുറമൊക്കെ ഓർമ്മിപ്പിക്കുന്ന കാളവണ്ടിയാണ്. ഈ ടൗൺ സെൻറ്ററിൻ്റെ ഒരു ശകലം ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമൊക്കെ മാറിയ പക്ക തനി ഒരു കർണാടകൻ ഗ്രാമപ്രദേശമാണ്. മുഴുവൻ കൃഷിയും കന്നുകാലികളെ മേയ്ക്കലും ഒക്കെ ആയിട്ടുള്ള ശരിക്കും പക്ക ഗ്രാമം തന്നെയാണ്. നമ്മളിതിപ്പം നടന്ന് ഈ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെ ഗേറ്റിന് മുമ്പിലെത്തി. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട്. ടെമ്പിൾ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രമല്ല, 2-3-4 ക്ഷേത്രങ്ങൾ കാണുമായിരിക്കണം. നമ്മൾ ബേലൂർ കണ്ട പോലെ തന്നെ ഇതിവിടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയേണ്ട ചരിത്രവും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്ന 2 ഫലകങ്ങളാണ്. ഇംഗ്ലീഷിലും കന്നഡത്തിലും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വലിയ ഒരു പാർക്കിൻ്റെ നടുക്കിരിക്കുന്ന പോലെയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് പോലെയാണ്. നല്ല തണലൊക്കെയുള്ള, നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ദൂരെയായിട്ട് കാണുന്നതാണ് ഹോയ്സാലേശ്വര ടെമ്പിളെന്ന് തോന്നുന്നു. ഹലേബീഡിൻ്റെ പുരാതനമായിട്ടുള്ള നാമം ദ്വാരസമുദ്രം എന്നാണ്. ചരിത്രത്തിലൊക്കെ നമുക്കിത് ദ്വാരസമുദ്രം എന്നുള്ള പേരിലാണ് അറിയാൻ കഴിയുന്നത്. ഹോയ്സാല രാജാക്കന്മാരുടെ ആദ്യത്തെ ക്യാപിറ്റൽ ഞാൻ മുൻപിലത്തെ വീഡിയോയിൽ പറഞ്ഞു ബേലൂരാണെന്ന്. അവരുടെ 2ാമത്തെ തലസ്ഥാനമാണ് ഹലേബീഡ് അല്ലെങ്കിൽ ദ്വാരസമുദ്രം. ബേലൂരിലെ നമ്മൾ ഇന്നലെ കണ്ട ചെന്നകേശവ ക്ഷേത്രം പണിത വിഷ്ണുവർദ്ധനൻ എന്ന് പറയുന്ന രാജാവ് തന്നെയാണ് ഹലേബീഡിലും നമ്മളിപ്പോൾ ഈ കാണുന്ന ഹോയ്സാലേശ്വര ക്ഷേത്രം പണി കഴിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഹലേബീഡിലെ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഏതാണ്ട് 1140 കൂടിയാണ് വിഷ്ണുവർദ്ധന രാജാവ് ദ്വാരസമുദ്രം അല്ലെങ്കിൽ ഈ ഹലേബീഡിലോട്ട് തങ്ങളുടെ തലസ്ഥാനം മാറ്റിയതും അതിനെ തുടർന്ന് ക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ചതും. ബേലൂരിലെ ക്ഷേത്രം ചെന്നകേശവൻ അഥവാ മഹാവിഷ്ണുവിന് വേണ്ടിയാണ് നിർമ്മിച്ചതെങ്കിൽ ഇവിടുത്തെ ഈ ഹോയ്സാലേശ്വര ക്ഷേത്രം പണിതിരിക്കുന്നത് ശിവൻ്റെ നാമത്തിലാണ്. ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയതാണ് ഈ ഹോയ്സാലേശ്വര ക്ഷേത്രം. എല്ലാ അർത്ഥത്തിലും ഹോയ്സാല കാലഘട്ടത്തിൽ ഇതൊരു ടെമ്പിൾ ടൗൺ, ഒരു ക്ഷേത്ര നഗരി തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വാരസമുദ്രം അല്ലെങ്കിൽ ഈ ഹലേബീഡിൽ ഒരു ക്ഷേത്രമോ 2 ക്ഷേത്രമോ അല്ല, 10-50 ക്ഷേത്രങ്ങളോളം, ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള 19 ക്ഷേത്രങ്ങളോളം
ഇവിടെ ഈ ഒരു ചെറിയ പ്രദേശം ഒരു 3-4-5 സ്ക്വയർ കിലോമീറ്ററിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് ബീജാപ്പൂർ സുൽത്താൻമാർ വിജയനഗര സാമ്രാജ്യം കീഴടക്കിയതിന് ശേഷവും അതിനു മുൻപ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്ത് അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക തലവനായിരുന്ന മാലിക് കഫൂറിൻ്റെ പടയോട്ടത്തിലുമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും തകർക്കപ്പെട്ടത്. ഈ മഹാദേവ ക്ഷേത്രം കൂടാതെ ഇവിടെ ഈ പ്രദേശത്ത് തന്നെയായിട്ട് അധികം ദൂരെയല്ലാതെ ഒരു 5-8 ക്ഷേത്രങ്ങളും കൂടെ വേറെ ഉണ്ട്. എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ മേല. എന്തായാലും ഈ ഒരു ക്ഷേത്രം കണ്ടിട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു ദിവസം മതിയാകാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പം വൈകുന്നേരം കണ്ടിട്ട് നാളെയും വന്ന് ഒന്നുകൂടി ഇത് കാണണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഇതിനേക്കാളും ഗംഭീരമായ മറ്റൊരു ക്ഷേത്രവും കൂടെ ഉണ്ടെന്ന് ഗൂഗിളിൻ്റെ അകത്ത് സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞു. അതുകൂടാതെ 3-4 ജൈന ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ പരിപൂർണമായിട്ടും കല്ലിൽ പണിതുണ്ടാക്കിയിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് പല കാലഘട്ടങ്ങളിലായിട്ട്. ഈ ഹലേബീഡ് ടെമ്പിൾ കോംപ്ലക്സിൻ്റെ അകത്തായിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം കൂടാതെ പൂർണ്ണമായും തകർന്ന നിലയിലുള്ള വേറെ കുറേ ക്ഷേത്രങ്ങളും കൂടി ഉണ്ട്. പലതും ഇപ്പോഴും ഖനനം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചിലതൊക്കെ ഖനനം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ എടുത്ത ക്ഷേത്രങ്ങളിൽ പലതും ആർക്കിയോളജിക്കൽ സർവേ റീകൺസ്ട്രക്റ്റ് ഒക്കെ ചെയ്യും. അപ്പം കുറേ നാൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം കൂടാതെ വേറെ ചില ക്ഷേത്രങ്ങളും കൂടിയൊക്കെ നമുക്ക് കാണാൻ പറ്റിയേക്കാം. പൂർണ്ണമായിട്ടും നല്ല രീതിയിലല്ലെങ്കിലും ഭാഗികമായിട്ട് തകർന്ന നിലയിലുള്ള പല ക്ഷേത്രങ്ങളും നമുക്ക് കാണാം. എന്തായാലും ഈ ക്ഷേത്രം കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടും കൂടെയൊക്കെ പോകുന്നുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1-2 ചിലപ്പോൾ 3 ഭാഗങ്ങളായിട്ട് ബേലൂരിൻ്റെ 3 ഭാഗത്തായിട്ട് ഇട്ട പോലെ തന്നെ ഇതും 3 ഭാഗങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കും മിക്കവാറും ഈ വീഡിയോയും ഇടേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയവും ഒക്കെ ഉള്ള ആൾക്കാർ പൂർണ്ണമായിട്ടും കാണുക. ഹൊയ്സാലേശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇതിൻ്റെ മൊത്തത്തിലുള്ള കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്ന് ആണ് എടുക്കുന്നത്. എന്തായാലും വളരെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ബേലൂരെ ക്ഷേത്രം പോലെ ഇത് നിത്യപൂജ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും അകത്ത് കയറി നോക്കുമ്പം നമുക്കറിയാം അങ്ങനെയുള്ള. അവിടെയാണെന്നുണ്ടെങ്കിൽ ശിവേലിയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ബേലൂര്. ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് അകത്ത്. ബേലൂരെ പോലെ തന്നെ ഹോയ്സാല രാജവംശത്തിൻ്റെ ശില്പകലയുടെ ആ ഒരു തനത് ശൈലിയിൽ തന്നെയാണ് ഇവിടെയും ഈ ക്ഷേത്രങ്ങൾ കഴിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 6-7 അടി പൊക്കമുള്ള വലിയ തറയിൽ ആണ് പരിപൂർണമായിട്ടും കല്ലിൽ ഈ ക്ഷേത്രം പടുത്തുയർത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിന് പക്ഷേ നമ്മൾ ബേലൂര് കണ്ട പോലെയുള്ള ഗോപുരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി അവിടുത്തെ പോലെ തന്നെ ഇത് തകർന്നു പോയത് വല്ലതും ആണോ എന്നറിയാൻ മേല. എന്തായാലും ഇവിടെ ഒരു ക്ഷേത്രത്തിനും ഗോപുരങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇതും ബേലൂരെ പോലെ തന്നെ നക്ഷത്ര ആകൃതിയിലാണ് ഈ ക്ഷേത്രവും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബേസ്മെൻറ്റും അതെ, അതുപോലെ തന്നെ ക്ഷേത്രവും അതെ, ഒരു നക്ഷത്ര ആകൃതിയിലാണ്. ഇത് നമുക്ക് ഇങ്ങനെ അടുത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റിയല്ല നക്ഷത്ര ആകൃതിയിലാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുകയില്ല. കുറച്ച് അകലത്തിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ഒരു വ്യൂവിലാണ് ശരിക്കും ആ നക്ഷത്ര ആകൃതി നമുക്ക് നന്നായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇത് നന്ദി മണ്ഡപമാണ്. മഹാദേവന് നേരെ എതിർവശത്തായിട്ട് നടയ്ക്ക് മുമ്പിലായിട്ട് വലിയൊരു നന്ദിയുടെ പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയിരിക്കുന്ന മണ്ഡപമാണ് ഈ കാണുന്നത്. കാണുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിനകത്ത് 2 ശിവലിംഗ പ്രതിഷ്ഠകളാണ് ഉള്ളത്. അത് 2 ശ്രീകോവിലുണ്ട്. 2 ശ്രീകോവിലും ഓരോ ശിവലിംഗ പ്രതിഷ്ഠകളും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ശിവലിംഗ പ്രതിഷ്ഠയുടെ നേരെ എതിർവശത്തായിട്ട് വലിയൊരു നന്ദി മണ്ഡപവും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള ഒരു നന്ദിയെയും നമുക്ക് കാണാം. തൊട്ടടുത്ത് തന്നെയുള്ള ശ്രീകോവിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയുടെ ആ ശിവലിംഗവും കുറച്ച് ചെറുതാണ്. അതിന് നേരെ എതിർവശയുള്ള നന്ദിയും നന്ദി മണ്ഡപവും മറ്റതിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ചെറുതാണ്.
ഈ കാണുന്നതാണ് വലിയ നന്ദിമണ്ഡപം. നമ്മൾ മുമ്പേ കണ്ടതാണ് ചെറിയ നന്ദിമണ്ഡപം. ഞാനിപ്പോൾ ഈ ഹോയ്സാലേശ്വര മഹാദേവ ക്ഷേത്രത്തിന് 2 നന്ദിമണ്ഡപങ്ങൾക്കും ഒരു പ്രദക്ഷിണം വെച്ച് കറങ്ങി ഇതിന് മുൻപിലെത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ തറയ്ക്ക് താഴെ നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. ഇനിയിപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ തറയ്ക്ക് മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ ചെയ്തിരിക്കുന്ന അസാമാന്യ രീതിയിലുള്ള ശില്പകലകൾ കാണും. അതിനുശേഷമായിരിക്കും നമ്മൾ ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത്, ഉള്ളിലെ കാഴ്ചകളും ഒക്കെ കാണുന്നത്. ബേലൂരെ പോലെ തന്നെ ഇവിടെ ഈ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന പടികളുടെ 2 വശത്തുമായിട്ട് 2 കുഞ്ഞു ക്ഷേത്രങ്ങൾ, 2 മിനിച്ചർ ക്ഷേത്രങ്ങൾ, ഇവിടെയുള്ള യഥാർത്ഥത്തിലുള്ള അമ്പലത്തിൻ്റെ സമാനമായിട്ടുള്ള രീതിയിലുള്ള 2 കുഞ്ഞു ക്ഷേത്രങ്ങൾ ഈ പടികളുടെ 2 വശത്തുമായിട്ട് ഇവിടെയും ഉണ്ട്. പ്രകൃതിരമണീയമായ അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം മരങ്ങളും ചെടികളും പച്ച പുൽപ്പരപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം പക്ഷികൾ, തത്തയും മൈനയും മറ്റ് പലതരത്തിലുള്ള ധാരാളം പക്ഷികളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന പടികളുടെ മുകളിൽ നിന്നുമുള്ള ഈ ഹലേബീഡു ടെമ്പിൾ കോംപ്ലക്സിലേക്ക് കയറി വരുന്ന വഴിയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഈ വഴി കൂടിയാണ് ഞാൻ നടന്ന് ക്ഷേത്രത്തിലേക്ക് കയറി വന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഈ പടികൾ കയറിയിട്ട് ക്ഷേത്രത്തിൻ്റെ തറയിലോട്ട് കയറുകയാണ്. ഈ തറയുടെ മുകളിലാണ് നമ്മുടെ ഹോയ്സാലേശ്വര ക്ഷേത്രം പണിതിരിക്കുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ 2 മിനിച്ചർ ക്ഷേത്രങ്ങൾ, 2 ചെറിയ ക്ഷേത്രങ്ങൾ, അത് ഈ കാണുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലോട്ട് കയറുന്നതിൻ്റെ 2 സൈഡിലും ഉണ്ട് വീണ്ടും 2 ചെറിയ അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ. അതുകൂടാതെ ആ ക്ഷേത്രദ്വാരത്തിൻ്റെ അവിടെ 2 സൈഡിലും 2 ദ്വാരപാലകരും ഉണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ ഭിത്തിയാണ് ഈ കാണുന്നത്. ഭിത്തിയിൽ ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള ദേവന്മാരും ദേവിമാരും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശില്പങ്ങളുടെ രൂപത്തിൽ. മുകളിലോട്ടുള്ള ഭാഗത്ത്, താഴോട്ടുള്ള ഭാഗത്ത് ആനയും കുതിരയും തേരും അതുപോലെ യുദ്ധത്തിന് പോകുന്ന പടയാളികളും മൊത്തത്തിലുള്ള ആനയുടെയും കുതിരയുടെയും എല്ലാം ഉൾപ്പെടെയുള്ള സൈന്യവും ഒക്കെയാണ് കാണുന്നത്. ശിവൻ്റെ അമ്പലമാണെന്നുണ്ടെങ്കിലും ശിവൻ മാത്രമല്ല ഈ ക്ഷേത്ര ഭിത്തികളിലുള്ളത്. മഹാവിഷ്ണുവും വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും ബ്രഹ്മാവും സരസ്വതിയും കൃഷ്ണനും ഇങ്ങനെ വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ദൈവങ്ങളെയും നമുക്ക് ഈ ഭിത്തികളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വ്യാളി പോലെയുള്ള സ്വർഗീയമായിട്ടുള്ള മൃഗങ്ങളെയും നമുക്ക് ഇതിൻ്റെ ഈ താഴെട്ടുള്ള ഭാഗത്ത് കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇത് വ്യാളിയാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേകം ചെയ്തിട്ടുള്ള വെള്ളം ഒഴുകി വരുന്നതിനുള്ള ഓവാണ്. നേരെ ഗണപതിയെയും ഭദ്രകാളിയെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. വളരെ ചെറിയ ചെറിയ കൊത്തുപണികളാണ്. ഇത് അരയന്നമാണ് കുഞ്ഞായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത്. ക്ഷേത്രഭിത്തിയുടെ മുകളിലെ ഭാഗങ്ങളിൽ ദൈവങ്ങളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നിരനിരയായിട്ട് ഏറ്റവും ചോട്ടിലത്തെ നിഴയിൽ മുഴുവൻ ആനയാണ്.
അത് കഴിഞ്ഞിട്ടുള്ള ഒരു നിരയിൽ മുഴുവൻ കടുവയോ സിംഹമോ മറ്റാണ്. പിന്നെ ഒരു നിര മുഴുവനും വീണ്ടും ആനയുടെ പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികളും മറ്റുമാണ്. പിന്നെ ഒരു നിര മുഴുവൻ വാനരന്മാരാണ്. അതിൻ്റെ മുകളിലത്തെ ഒരു നിര മുഴുവൻ വ്യാളികളാണ്. പിന്നെ അതിൻ്റെ മുകളിലുള്ള നിരയിൽ ഹംസങ്ങളാണ്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ശില്പങ്ങളാണ് ഈ ക്ഷേത്രം മുഴുവനായിട്ടും. ഈ ഭാഗത്ത് ദശാവതാരമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് നരസിംഹമാണ്. ഹിരണ്യകശിപുവിനെ കൊല്ലുന്ന നരസിംഹത്തിൻ്റെ ശില്പമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്ത് കാണുന്നത് നടരാജ നൃത്തം ചെയ്യുന്ന ശിവനെയാണ്. ഈ കാണുന്നത് മഹാവിഷ്ണുവും ലക്ഷ്മിയാണ്. താഴെയെല്ലാം നമ്മൾ മുമ്പേ കണ്ട പോലത്തെയുള്ള കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളുടെ പോലെയുള്ള ഒരു ഇതാണ് ഈ നിരയിൽ കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ അപ്സരസുകളെ ഒക്കെ ചെറുതായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് ശിവനും പാർവതിയാണ്. ഒത്തിരി സ്ഥലത്ത് ശിവനെയും പാർവതിയും കൊത്തിവെച്ചിട്ടുണ്ട്, പല രൂപത്തിലും ഭാവത്തിലുമായിട്ട്. ഇതാരാണോ അറിയാൻ വയ്യ. ഇത് വീണ്ടും നരസിംഹത്തിൻ്റെ രൂപമാണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക്, ഞാനിപ്പോൾ കുറച്ചും കൂടെ നടന്നു പ്രദക്ഷിണം വെച്ച്, ഇത് ആ ക്ഷേത്രത്തിൻ്റെ, ഞാൻ നക്ഷത്ര രൂപത്തിലാണെന്ന് പറഞ്ഞു, ആ നക്ഷത്ര രൂപം ആണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ കാഴ്ചയിൽ ശരിക്കും ആ ഒരു സ്റ്റാർ ഷേപ്പ് നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് തന്നെ കേട്ടോ. അന്നത്തെ കാലത്ത് ഇത്രയ്ക്ക് സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് യാതൊരു ഇന്നത്തെ പോലത്തുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസും ഇല്ലാതെ ഇത്ര ഭംഗിയായിട്ട് ഇതൊക്കെ പണിയാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ പണിത ശില്പിമാരെ സാഷ്ടാംഗം നമസ്കരിക്കാതെ നിവൃത്തിയില്ല. യാതൊരു പേരും പ്രശസ്തിയും ഒന്നും ലഭിക്കാതെ പോയ അവരുടെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയാണ്. ഇതിവിടെ ഇതിൻ്റെ പുറകുഭാഗത്തായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ തന്നെയായിട്ട് ഈ ബിൽഡിങ്ങിൽ തന്നെയായിട്ട് ഒരു ചെറിയൊരു അമ്പലമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വിഗ്രഹമൊന്നുമില്ല. ഇത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയാണ്. ഹിരണ്യകശിപുവിൻ്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ പാതാളത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന വരാഹ അവതാരത്തിൻ്റെ രൂപമാണിവിടെ ശില്പരൂപത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പുറത്തോട്ട് മാറിയാൽ യുദ്ധം ചെയ്യുന്ന അമ്പും വില്ലും ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകളും യുദ്ധത്തിനിറങ്ങിയിരുന്നു എന്നുള്ളതിനൊരു തെളിവാണിത്. ഇത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഈ മുമ്പേ കണ്ട പോലെ തന്നെ ഈ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന ചെറിയൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ അകത്ത് വിഗ്രഹങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പം അതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല. അതിൻ്റെ മുകളിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു സംഭവം. പക്ഷേ അവിടെ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ മേല. ഇത് നന്ദിയുടെ മുകളിലിരിക്കുന്ന ശിവപാർവതിമാരെയാണ് ഈ ശില്പത്തിൽ നമ്മൾ കാണുന്നത്. ഇതാരാണെന്ന് അറിയാൻ മേല. ഒത്തിരി തലയൊക്കെയുള്ള ദേവിയാണെന്ന് തോന്നുന്നു. 1 2 3 4 5 തലയുണ്ട്, കാണുന്നുണ്ട്. മുകളിൽ തലയുടെ മുകളിൽ ഭയങ്കര കിരീടം പോലെ എന്തോ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. ഇതും ദേവിയാണ്. ഭദ്രകാളിയാണെന്നാണ് തോന്നുന്നത്. അതെ, ഭദ്രകാളി തന്നെയാണ്. സംഹാര രൂപത്തിൽ നിൽക്കുന്ന കാളിയാണ്. ഇത് ഗണപതിയാണ്.
ഒറ്റ കാഴ്ചയിൽ 2 നിലയുള്ള ഒരു സ്ട്രക്ചറാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ പണി. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ 2 നിലയൊന്നുമില്ല, ഒറ്റ നിലയാണ്. നല്ല ഹൈറ്റ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. വെളിയിൽ നിന്ന് നോക്കിയാൽ പക്ഷേ ഈ ക്ഷേത്രം 2 നിലയുള്ളതാണെന്ന് ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നുകയുള്ളൂ. ഇതുപോലെയുള്ള ചെറിയ അമ്പലങ്ങൾ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പണിതിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തൊന്നും വിഗ്രഹങ്ങളില്ല. ഇത് കൈലാസത്തിലിരിക്കുന്ന ശിവപാർവതിമാരുടെ രൂപമാണ് ഈ ശില്പത്തിൽ. നമ്മൾ മുമ്പേ കണ്ട തരത്തിലുള്ള ശില്പങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നത്. ഗണപതിയും ശിവനും മഹാവിഷ്ണുവും കാളിയും. അപ്പം ഞാൻ എല്ലാം ഒന്നും വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഈ കാണുന്നത് ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ശില്പമാണ്. കാണാൻ നല്ല രസമുണ്ട്. സ്റ്റാർ ഷേപ്പിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി കോണുകളും മൂലകളും ഉണ്ട്. പക്ഷെ ആ ഓരോ കോണുകളിലും വളരെ മനോഹരമായിട്ടുള്ള ധാരാളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്.
നമ്മൾ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് നമ്മൾ കയറിയതിൻ്റെ നേരെ എതിർവശത്ത് എത്തി. ഇപ്പം നമ്മൾ എതിർവശത്തുള്ള നടയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ ആണ്. വീണ്ടും നമ്മൾ പതുക്കെ മുമ്പോട്ട് നടക്കുകയാണ്. നമ്മൾ ബേലൂർ കണ്ട പോലെ തന്നെ ഇവിടെയും ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഭിത്തിയിൽ കണ്ടു കഴിഞ്ഞാൽ അലങ്കാരപ്പണികളാണെന്ന് തോന്നും. പക്ഷേ ആ രീതിയിൽ നിറച്ച് വെന്റിലേഷനുകൾ അല്ലെങ്കിൽ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അത് ക്ഷേത്രത്തിനകത്ത് വെളിച്ചവും വായുവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് ഇവിടുത്തെ നന്ദി മണ്ഡപമാണ്. ഇതിവിടുത്തെ ചെറിയ നന്ദി മണ്ഡപമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഈ ക്ഷേത്രത്തിനകത്ത് 2 ശിവലിംഗ പ്രതിഷ്ഠകളാണെന്നുള്ളത്. അതിൽ രണ്ടാമത്തെ ശിവലിംഗ പ്രതിഷ്ഠയുടെ അഭിമുഖമായിട്ടിരിക്കുന്ന നന്ദിയാണിത്. നല്ല ഭംഗിയായിട്ടാണ് ഈ നന്ദിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ഹൈലി പോളിഷ്ഡാണ് നന്ദിയുടെ ശരീരമൊക്കെ. സീലിങ്ങിലുമൊക്കെ ധാരാളം വർക്കുകളുണ്ട്. ശിവന് അഭിമുഖമായിട്ടാണ് നന്ദി ഇരിക്കുന്നത്. ഇത് കുറച്ച് ഉയരത്തിലായതും കൊണ്ട് സൈഡിൽ ഭിത്തികളില്ലാത്തതുകൊണ്ട് ഈ നന്ദി മണ്ഡപത്തിൽ നിന്ന് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലെ നല്ലൊരു കാഴ്ച ലഭിക്കുന്നുണ്ട്. ഈ നന്ദിക്ക് ചുറ്റും ഇപ്പോൾ ഒരു വേലിക്കെട്ട് പോലെ പണിതിട്ടുണ്ട്. അത് പണ്ടില്ലായിരുന്നതാണ്, തടി കൊണ്ടാണ് പണിതിരിക്കുന്നത്. അത് ആൾക്കാർ ഈ അതിനകത്തോട്ട് കയറി ഈ നന്ദിയുടെ മേത്ത് പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ്. പിടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ നന്ദിയുടെ മേത്തെല്ലാം ധാരാളം പേര് അവരുടെ പേരും അഡ്രസ്സും ഒക്കെ കുത്തി വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. തടി കൊണ്ടുള്ളതാണ് ഈ വേലി. തൂണുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പണിതിരിക്കുന്നത്. വലിയ തൂണുകളാണ്. ശിവക്ഷേത്രത്തിലോട്ട് കയറുന്നതിൻ്റെ നടയിൽ നിന്നുകൊണ്ടുള്ള നന്ദി മണ്ഡപത്തിൻ്റെ ഒരു വ്യൂ ആണിത്. ആ കാണുന്നതാണ് വലിയ നന്ദി മണ്ഡപം. ഇപ്പം നമ്മൾ കണ്ട നന്ദിയെക്കാട്ടിൽ കുറെ കൂടെ വലിപ്പമുള്ള നന്ദിയാണ് അവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു 2 ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെയാണ് 2 ശിവവാഹനമായിട്ടുള്ള നന്ദിയും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ശിവലിംഗ പ്രതിഷ്ഠയുടെ എതിർവശത്തുള്ള നന്ദിയെ നമ്മളിപ്പോൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത നന്ദി മണ്ഡപത്തിലേക്ക് നടക്കുകയാണ്. നമ്മളിപ്പോൾ നടന്നു വന്ന ഭാഗത്തെ ഒരു വ്യൂ ആണിത്. എത്ര കണ്ടിട്ടും മതിയാകുന്നില്ല. വീണ്ടും വീണ്ടും കണ്ടടമൊക്കെ തന്നെയാണെങ്കിലും വീണ്ടും ഒന്നുകൂടെ കാണാനായിട്ട് നമുക്ക് തോന്നും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇതെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. നമ്മളടുത്ത നടയിലെത്തി. ഇവിടെയാണ് വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. അപ്പുറത്ത് നമ്മൾ കണ്ട നന്ദി ചെറുതായിരുന്നു. ഇവിടുത്തെ നന്ദി കുറേ കൂടെ വലുതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠയും കുറേ കൂടെ വലുതാണ്. അകത്തോട്ട് കയറിയാലേ നമുക്ക് ശിവലിംഗം കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ഇപ്പം വെളിഭാഗം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മുമ്പേ കണ്ട നന്ദി മണ്ഡപം. രണ്ടും തമ്മിലൊരു 10-30 മീറ്ററിൻ്റെ
ദൂരവ്യത്യാസമാണ് ഉള്ളത് ഈ നന്ദിമണ്ഡപവും ആ നന്ദിമണ്ഡപവും തമ്മിൽ. പക്ഷേ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അജഗജാന്തരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതിനേക്കാട്ടിലും ഇരട്ടിയിലധികം വലിപ്പം ഈ നന്ദിമണ്ഡപത്തിനും നന്ദിക്കുമുണ്ട്. ഈ മുമ്പിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ 2 തൂണുകൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ എക്സ്ട്രാ ആയിട്ട് ഇപ്പം പിടിപ്പിച്ചിരിക്കുന്ന തൂണുകളാണ്. പണ്ട് ഈ തൂണുകൾ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒന്നും കൂടെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആർക്കിയോളജിക്കൽ സർവേയുടെ ഒത്തിരി പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നന്ദി. ഇത് മുമ്പേ നമ്മൾ കണ്ട നന്ദിയെക്കാട്ടിലും കുറേ അധികം വലിപ്പമുള്ളതാണ്. ഇവിടെയും തടി കൊണ്ടുള്ളൊരു വേലിയൊക്കെ പണിതിട്ടുണ്ട്. അതിന് കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, അതുതന്നെയാണ്. ഇവിടെയും നന്ദിയുടെ മേത്തെല്ലാം പേരും അഡ്രസ്സും ഒക്കെ ആൾക്കാർ എഴുതി കുത്തി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. എത്ര ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന, എത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. അതിവിടെ ഈ കാണാൻ വരുന്ന ആൾക്കാർ കാണിച്ചു വെക്കുന്ന ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. വേറെ ലോകത്തൊരിടത്തും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കുകയില്ല. ഇത് കണ്ടില്ലേ ഗുണം പോലെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. സീലിങ്ങിലൊക്കെ എന്ത് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മഴ ചാറുന്നുണ്ട് ചെറുതായിട്ടുള്ള ഒരുമാതിരി നന്നായിട്ട് തന്നെ മഴ ചാറുന്നുണ്ട്. ഇപ്പം നന്ദി മണ്ഡപത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് മഴയൊന്നും നനയുന്നില്ല. മഴ കുറഞ്ഞിട്ട് വെളിയിലോട്ടിറങ്ങി നടക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ നന്ദി മണ്ഡപത്തിൻ്റെ അകത്ത് തന്നെ നന്ദിയുടെ പുറകിലായിട്ടൊരു സൂര്യക്ഷേത്രവും ഉണ്ട്. ഈ ഭാഗം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.